നമസ്കാരം. കേരളത്തിലെ രണ്ട് ശവക്കുഴികളാണ്, ശബരിമലകളാണ്. ഒന്ന് ആ, ആ, അയ്യപ്പൻ്റെ ശബരിമല, പിന്നെ ഒന്നാണ് പെണ്ണുങ്ങളുടെ ശബരിമല. അത് മറ്റേ ആട്ടുകല്ല്. ഇതാണ് ഇപ്പോൾ കേരളത്തിനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നർത്ഥം. പണ്ടൊക്കെ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, ദേവതാരാധനകൾ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലൊരു കുളിരാണ്ടാവുക. ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ്ടാവണേ. രാഷ്ട്രീയവും എല്ലാവിധ തെമ്മാടിക്കൂട്ടങ്ങളും അടിഞ്ഞു കൂടിയിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളിൽ എന്ത് വേണമോ അതില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ആ അവസരക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അയ്യപ്പൻ്റെ കാര്യം പറയുന്ന സമയത്ത് അയ്യപ്പൻ കാണിച്ചു തരും, അയ്യപ്പൻ നിങ്ങളുടെ കാലൊടിക്കും, അയ്യപ്പൻ ഭരണം മറച്ചിടും, അയ്യപ്പൻ ആളുകളെ പാഠം പഠിപ്പിക്കുന്നു. ഈ കുണയപ്പൻ എന്ന് പറയുന്ന ഈ കൺട്രോൾ അയ്യപ്പൻ, അവൻ അതിനകത്തിരുന്നിട്ട് തൂറാനിരിക്കുന്ന പോലെ ഇരുന്നിട്ട് അവൻ എന്തായിരുന്നു അവിടെ ശ്രദ്ധിച്ചിരുന്നത്? ഈ പാളികൾ മുഴുവൻ അടർത്തി കൊണ്ടുപോകുന്ന സമയത്ത് ഇവനവിടെ കഞ്ചാവടിച്ചിരിക്കുകയായിരുന്നു കാട്ടിനകത്ത്. ഈ ശബരിമല കൺട്രോൾ അയ്യപ്പൻ. ഇവിടെ നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെയും നേരത്തെ പലതവണ ചോദിച്ചതാണ് ഈ കാര്യങ്ങൾ. ഇന്നിവിടെ കാണുന്ന ആധ്യാത്മിക കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ജന്തുത്വവാദികളുടെ ആധ്യാത്മിക കാര്യങ്ങൾ മുഴുവൻ, അതിൻ്റെ പുറകിൽ മുഴുവൻ, ഞാൻ പണ്ട് കൊടുങ്ങല്ലൂർ പോകുന്ന സമയത്ത്, കൊടുങ്ങല്ലൂർ വെച്ചാൽ അവിടുത്തെ മറ്റേ ഗുദാമിലേക്കല്ല പോകുന്നത്, ആ വഴിക്ക് പല സ്ഥലത്തേക്കും പോകുന്ന സമയത്ത് അവിടെ ഒരു പയ്യനുണ്ട്. അവന് നടക്കാൻ വയ്യ എന്നാണ് വെപ്പ്. അവന് കാല് ചമ്പളം പടിഞ്ഞ് വെക്കുന്നവർ വെച്ചിട്ട് ഇങ്ങനെ നിരങ്ങിയാണ് വരിക. എന്നിട്ട് അവൻ ഈ ആളുകളുടെ തുടയമ തട്ടിയിട്ട് അവൻ പറയും, ബസ്സിലേക്ക് കയറിയിട്ട് തുടയമ തട്ടിയിട്ട് അവൻ പറയും പൈച്ച പൈച്ച പൈച്ച. അവന് വേറെ ഒന്നും പറയാൻ അറിയില്ല. ഒരു തമിഴിനാണെന്ന് തോന്നുന്നുണ്ട് അവൻ. പൈച്ച പൈച്ച. അപ്പോൾ ആൾക്കാർ അത് കാണുന്ന സമയത്ത് അവന് 10 പൈസ, 25 പൈസ, 30 പൈസ കൊടുക്കും. ഈ പരിപാടിയാണ് ഇപ്പോൾ അമ്പലങ്ങൾ മുഴുവൻ. ജന്തുത്വവാദികൾ എന്തൊരു കാര്യം പറഞ്ഞാലും അതിൻ്റെ പുറകിൽ പൈച്ച പൈച്ച പൈച്ച. പിച്ചത്തെണ്ടി പട്ടികളായിട്ട് മാറിയിരിക്കുകയാണ് ഈ ജന്തുത്വവാദികൾ. ആ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആൾക്കാരെ പറ്റിക്കുക. എല്ലാം പട്ടിണിയും പരിവട്ടമാണ്. കയ്യിൽ 10 പൈസയില്ല. ഇവിടുത്തെ കേരളത്തിലെ ജന്തുക്കളെന്ന് പറഞ്ഞാൽ റോട്ടി കപ്പട മക്കാൻ കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നതാണ്. അതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, രസം എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ സന്തോഷമുണ്ടോ? മനസ്സിലെന്തെങ്കിലും സമാധാനമുണ്ടോ? അവർക്ക് ധ്യാനപൂർണ്ണമായിട്ടുള്ള അന്തരംഗമുണ്ടോ? ഒന്നുമില്ല. അവർ വലിയ കരുതിയില്ല. അവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സമാധാനം കൊടുക്കാൻ ഇറങ്ങി തിരിച്ചത്. അയ്യപ്പൻ്റെ കാര്യവും അതുപോലെ തന്നെ. അയ്യപ്പനോ ഗതികേടിലാണ്. അയ്യപ്പൻ്റെ പ്രതിരൂപം എന്ന് ആൾക്കാർ പറയുന്ന ദൈവതുല്യൻ ഇപ്പോൾ എവിടെയാ? തേരാപാര. എവിടേക്ക്? കോടതിയിൽ, ജയിലിലേക്ക്, കോടതിയിൽ, പോലീസ് സ്റ്റേഷനിലേക്ക്, പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ഗതികേടിൽ കിടന്ന് നടക്കണം. അവൻ്റെ ഫാമിലിയിൽ മുഴുവൻ അതുപോലെയാണ്. ഒരുത്തരൊരു പെണ്ണുപിടുത്തക്കാരനാണ്. അവന് പിന്നെ വേറെ ചില അമ്പലങ്ങളുണ്ട്. ഇവറ്റകൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. വേറെ ചില കുറേ ജന്തുത്വവാദികളുടെ കുറേ നായ്ക്കളുണ്ടല്ലോ, സംബന്ധ ബാന്ധവത്തിലുണ്ടായുള്ള കുറേ നായ്ക്കൾ. അപ്പോൾ അവരുടെ ഭരണാധികാരത്തിന് കീഴിലിരിക്കുന്ന അമ്പലങ്ങളിലൊക്കെ ഇവറ്റകൾക്ക് തന്ത്രിസ്ഥാനവും തെന്ത്രിസ്ഥാനൊക്കെ കൊടുത്തു. അവരുടെ ജീവിതമൊക്കെ ഭംഗിയായിട്ട് പോകും. പക്ഷേ ഇവിടുത്തെ പോലെ വാരി പിടിക്കാനൊന്നും അവിടെ പറ്റില്ല. ഏതായാലും ഇവിടെ ഇപ്പോൾ ഈ കൺട്രോൾ അയ്യപ്പൻ്റെ പേരിൽ ഇപ്പോൾ വീണ്ടും ഒരു പ്രശ്നം വന്നിരിക്കുകയാണ് അവിടെ. അതായത് പാർട്ടിക്കാർ അഥവാ ഇന്നത്തെ ഗവൺമെൻറ് അവിടെ പെണ്ണുങ്ങളെ കയറ്റുമെന്ന് പറഞ്ഞു എന്നും ഇപ്പോൾ കയറ്റണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ അവർ അഭിപ്രായം നിലപാട് മാറ്റിയെന്ന് പറഞ്ഞാൽ ഒരു നിലപാട് മാറ്റം ഉണ്ടായിട്ടില്ല. അവിടെ സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. ഇന്നത്തെ LDFന് യാതൊരു ബന്ധവുമില്ല. അവിടെ ഇതിന് മുൻപുണ്ടായിരുന്ന പല കേസുകൾ, അത് കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ അല്ലാതെയും ഉണ്ടാകുന്ന കേസുകളായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതിയാണ് വാദങ്ങളും പ്രതിവാദങ്ങളും എല്ലാം കഴിഞ്ഞ് ഒരു പെട്ടി ഓട്ടോറിക്ഷ നിറയെ കടലാസുകൾ അതെല്ലാം കഴിഞ്ഞ് അവർക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ സ്ത്രീ പ്രവേശനം ഇല്ല എന്നുള്ളത്, അഥവാ യുവതീ പ്രവേശനം ഇല്ല എന്നുള്ളത് ഒരു ആചാരമല്ല എന്ന് അവർക്ക് മനസ്സിലായി. അവരെന്ത് ചെയ്തു? യുവതീ പ്രവേശനമാകാമെന്ന് പറഞ്ഞു. അത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഇത് LDFന് യാതൊരു ബന്ധവുമില്ല. ഇപ്പോഴും അവരെന്താ പറയുന്നത്? കോടതി വിധി പോലെ ആകട്ടെ, ഞങ്ങൾക്ക് പ്രത്യേക അഭിപ്രായമില്ല. കോടതി ഒഴിവ് പറഞ്ഞത് ഇത് ക്ഷേത്രത്തിൻ്റെ കാര്യമാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ക്ഷേത്രങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള പണ്ഡിത വരേണ്യന്മാർ കുറേ എണ്ണമുണ്ട്.
മറ്റേ സന്യാസി വര്യന്മാർ അവരുടെ അഭിപ്രായം അനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കോളൂ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ രസം എന്താണെന്നറിയാമോ? ഇപ്പോഴാണ് ആകെ പൊട്ടിത്തെറിക്കുന്നത്. മുമ്പ് പറഞ്ഞത് എന്താണ്? അമ്പലത്തിൻ്റെ കാര്യം നടക്കേണ്ടത് പണ്ഡിതന്മാരാ. പണ്ടി ഈ പണ്ട് എന്ന് പറയുന്ന പണ്ഡിതനായിട്ടോ, അല്ലാണ്ട് പണ്ടാന്ന് പറഞ്ഞ ഒന്നുണ്ട്, അത് ആത്മബോധ സംബന്ധിയാണ്. ആത്മബോധമുള്ളവനാണ് പണ്ടയുള്ളവൻ. പണ്ടാന്ന് പറഞ്ഞാൽ ആത്മബോധം, പണ്ടയുള്ളവൻ പണ്ഡിതൻ. അങ്ങനെയുള്ളൊരു ചരക്കുകൾ വെടിയില്ല. ഇത് പണ്ടി. നമ്മൾ മറ്റേ പണ്ട് എന്നൊക്കെ പറയാം. അതുപോലത്തെ ഇന്ത്യയാണ് ചണ്ടി എന്ന് പറയില്ലേ, പണ്ഡിതൻ. ഇവന്മാരെല്ലാവരും ഒത്തുകൂടിക്കഴിഞ്ഞാൽ 100 പണ്ഡിതന്മാർ ഒത്തുകൂടിക്കഴിഞ്ഞാൽ 150 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വരിക. അപ്പോൾ ഇത് കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും LDFിനും ചിരിക്കാം, അധിപത്യർക്കറിയാം, BJPക്കാർക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയുന്നതായി. മുമ്പ് എന്താ പറഞ്ഞത്? പണ്ഡിതന്മാരാ തീരുമാനിക്കാമെന്നാ. എന്നാൽ പണ്ഡിതന്മാർ തീരുമാനിച്ചതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, പണ്ഡിതന്മാരെ തീരുമാനിക്കാൻ പാടില്ല എന്നായി. ഇവ പണ്ഡിതന്മാർ തീരുമാനിക്കാൻ പാടില്ല, നിങ്ങൾ അഭിപ്രായം പറയുന്നതായി. ഏതായാലും ഈ കൺട്രോൾ അയ്യപ്പൻ ഇവിടെ തീ വെതറിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഏതായാലും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ MM മണി ആശാൻ, നമ്മുടെ ഇടുക്കിയിലുള്ള മണി ആശാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരാണ്ട ഈ അയ്യപ്പൻ? അങ്ങനെ ചോദിച്ചു. വലിയൊരു കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. ആരാണ്ട അയ്യപ്പൻ? ഇയാളെ പ്രസവിച്ചത് ഒരു സ്ത്രീ തന്നെയല്ലേ? ഇയാൾ സ്ത്രീയുടെ യോനിയിൽ കൂടിയല്ലേ കടന്നു വന്നത്? ഏതോ ഒരച്ഛൻ അയാളുടെ ബീജം പ്രദാനം ചെയ്തിട്ട് ഏതോ സ്ത്രീ ഗർഭം ധരിച്ച് അവൾ മുഖ്യ യോനിയിൽ കൂടെ പ്രസവിച്ചുണ്ടാക്കിയതല്ലേ അയ്യപ്പൻ? അതല്ലാതെ അവനെ ഛർദ്ദിച്ച് വിട്ടതല്ലല്ലോ, അല്ലെങ്കിൽ അവൻ ആസനത്തിൽ കൂടെ തൂറിപ്പുറത്തേക്ക് വിട്ടതല്ലല്ലോ. വിശ്വാസികളെ വെല്ലുവിളിച്ചു തർത്തം. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കുറേ ചരക്കുകളാണ് വിശ്വാസികൾ. കണ്ണും മൂക്കും കാതുമില്ലാത്ത ഇലാമപ്പഴം തിന്ന് പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ പൂട്ടിപ്പോയ കുറേ സാധനങ്ങളാണ്, കല്ല് പോലത്തെ സാധനങ്ങൾ. അതാണ് യാതൊരു വിധത്തിലുള്ള ചിന്തകളുമില്ല, ബുദ്ധിയുമില്ല, മാനസിക വ്യാപനവുമില്ലാത്ത കുറേ ചരക്കുകളാണ് ഈ വിശ്വാസികൾ എന്ന് പറയുന്നത്. അവരെ വെല്ലുവിളിച്ചിരിക്കുക, ആരെയും വെല്ലുവിളിച്ചല്ലേ, കുറേ സത്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ഇനിയിപ്പോൾ അത് ലഹളയായിട്ട് മാറും. ശബരിമല ധർമ്മശാസ്താവിനെയും കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെയും വിശ്വാസത്തെയും അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തുന്ന പരാമർശവുമായിട്ട് മുൻ മന്ത്രിയും CPM നേതാവുമായിട്ടുള്ള MM മണി രംഗത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞതിൽ ഒരു 1% പോലും മാറ്റാനില്ല എന്നുള്ളതാണ്. അയ്യപ്പനെ പ്രസവിച്ച സ്ത്രീയല്ലേ? ഇവിടെ പറയുന്നത് അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്, അയ്യപ്പൻ ജീവൽ സ്വരൂപമാണ്, അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അയ്യപ്പൻ പന്തളം രാജ കുടുംബാംഗമാണ്. അപ്പം അയാളൊരു മനുഷ്യനല്ലേ? അപ്പം അയാൾ എവിടെയെങ്കിലും തൂറിയപ്പുണ്ടായതാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും പുഴു വളർന്നിട്ടുണ്ടായതാണോ? അല്ലെങ്കിൽ മുട്ട പൊട്ടി ഉണ്ടായതാണോ? അല്ലല്ലോ, ഒരു പെണ്ണ് പ്രസവിച്ചതല്ലേ, അതല്ലേ സത്യം. ഛർദ്ദിച്ചതൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞത് സത്യമല്ലേ? എന്നിട്ട് എന്താണ് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇവനെ ഇടയിളക്കം ഉണ്ടാവുന്നത്? പെണ്ണുങ്ങളെ കാണുമ്പോൾ ഈ ഊശാമ്പി അയ്യപ്പൻ എന്തുകൊണ്ടാണ് അവന് ലിംഗോദ്ധാരണം ഉണ്ടാകുന്നത്? അപ്പോൾ അവൻ എവിടുത്തെ ഏത് കോണത്തിലെ ദൈവമാണ് അവൻ? ഇതൊരു ചിന്താവിഷയമാണത്. അവന് പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, യുവതികളെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ പണി തീരത്രേ. ഇവൻ എവിടുത്തെ ദൈവമാണ് അയച്ചോക്ക്? എന്നെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രേമസ്വരൂപനാണ്. ഒരു പെണ്ണിനെ കയറി പ്രേമിച്ചതാണ്. ഇവിടെ നമ്മളെ ആ വീടിൻ്റെ പേര് പഠിക്കാൻ പോയതാണ്. അവിടുത്തെ ഒരു പെണ്ണിനെ കയറി പ്രേമിച്ച് അടിയും തല്ലുമായിട്ട് ശബരിമല ജയിലെ വെട്ടിക്കൂട്ടിയത് അന്നുണ്ട് ഈ അമ്പലം അവിടെ. അതെന്തോ ആകട്ടെ, പറഞ്ഞു വരുന്നത് ഇപ്പോൾ അവൻ എന്താ പ്രശ്നം? പെണ്ണുങ്ങളെ കണ്ട അവന് ലിംഗോദ്ധാരണം. പെണ്ണുങ്ങളെ യുവതികളെ കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയൊരു ഇടയിളക്കം എന്താണെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ് എല്ലാത്തിനും ഒരു കാര്യകാരണ സഹിതമല്ലേ നിയമങ്ങൾ ഉണ്ടാവേണ്ടത്? എന്തുകൊണ്ടാണ് അവിടെ യുവതികൾ കയറാൻ പാടില്ലാത്തത്? ഒന്ന് പറ. എന്തുകൊണ്ടാണ് യുവതികൾ അവിടെ കയറാൻ പാടില്ലാത്തത്? ഒന്ന് പറ. ആരെങ്കിലും ഒന്ന് പറ. അപ്പോൾ ആൾക്കാർ പറയാം, അല്ല അവർക്ക് മെൻസസ് കാലഘട്ടത്തിൽ അവർക്ക് ഈ അശുദ്ധി ഉണ്ടാകും, രജസ്വിനിയായിരിക്കുമ്പോൾ അശുദ്ധി ഉണ്ടാകും. നൈഷ്ഠ്യ ബ്രഹ്മചാരി ആയതുകൊണ്ട് അശുദ്ധിയുള്ള പെണ്ണുങ്ങൾ അവിടെ കയറ്റാൻ പാടില്ല. അതേ പറഞ്ഞുള്ളൂ. അതൊരു ആചാരം. മുമ്പ് ഇതൊക്കെ കയറിയിട്ടുള്ളതാണ്. തിരുവാങ്കൂർ രാജകുടുംബം അവിടെ കയറിയിട്ടുള്ളതാണ്. ഒരു IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള അയ്യപ്പക്കുട്ടിയോ അദ്ദേഹത്തിൻ്റെ മകളുടെ ചോറൂണ് അവിടെ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടെ കയറിയിട്ടുണ്ട്, ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. ഇടക്കാലത്ത് ഉണ്ടാക്കിയ എന്തോ ആരും ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണെങ്കിൽ മറ്റേ ഇവർ സ്ത്രീകൾ കയറാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾ അവിടെ കയറിക്കഴിഞ്ഞാൽ അശുദ്ധിയാകും. സമ്മതിച്ചു 100 വട്ടം സമ്മതിച്ചു. അതൊരാചാരമാണ്, അത് നിലനിർത്തണം. സമ്മതിച്ചു. എന്താണ്? രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾ
യുവതികൾ അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ അവിടെ ശുദ്ധി നഷ്ടപ്പെടും, അശുദ്ധിയാകും. അതുകൊണ്ട് അവിടെ കയറരുതെന്നേ പറഞ്ഞത് കോടതി, സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 മുതൽ 50 വരെ എന്നുള്ളൊരു പാൻ ഓഫ് ലൈഫ് അതെന്തിൻ്റെ പേരിലാണ് കൊണ്ടുവച്ചത്? അല്ല, ആ സമയത്താണല്ലോ സാധാരണ യുവതികളൊക്കെ മെൻസസ്സായി രജസ്വലയാകുന്ന കാലഘട്ടം അതല്ലേ? സുപ്രീം കോടതി ചോദിച്ചു, 10 വയസ്സിന് മുമ്പ് ഒരു പെൺകുട്ടി രജസ്വലയാവില്ലേ? ഉത്തരവില്ല. 50 വയസ്സിന് ശേഷം ഒരു സ്ത്രീ രജസ്വലയാവില്ലേ? ഉത്തരമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനൊരു സമയപരിധി വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരമില്ല. ആയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ആചാരം അവിടെ നിലവിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ വരുന്ന പെൺകുട്ടി 5 വയസ്സായാലും 6 വയസ്സായാലും 7 വയസ്സായാലും എത്രയാണെങ്കിൽ പോലും 6 വയസ്സിലും 7 വയസ്സിലൊക്കെ നല്ല ആരോഗ്യമുള്ള കുട്ടികൾ രജസ്വലയാവുന്നുണ്ട്. ഇപ്പോൾ 10 വയസ്സാകുമ്പോഴേക്കും എല്ലാ കുട്ടികളും രജസ്വലയാവുന്നുണ്ട്. ആയതുകൊണ്ട് നിങ്ങൾ പമ്പയിൽ വലിയൊരു ക്ലിനിക്ക് സ്ഥാപിക്കുക. വരുന്ന സ്ത്രീകളെ പരിശോധിക്കുക. ഇവൾ രജസ്വലയായി കഴിഞ്ഞവളാണോ അതോ നിന്നവളാണോ, രജസ്വല അല്ലെങ്കിൽ തീണ്ടായിരിക്കും നിന്നവളാണോ എന്ന് പരിശോധിച്ചിട്ട് കയറ്റി വിട്. കോടതി പറഞ്ഞ് ശരിയല്ലേ? 50 വയസ്സ് കഴിഞ്ഞാൽ 50 വയസ്സ് തികയുന്ന ദിവസം ഠക്ക് എന്ന് പറഞ്ഞിട്ട് മെൻസസ് ആർക്കും നിൽക്കാറുണ്ടോ? അതിനൊരു സമയപരിധിയുണ്ടോ? റിട്ടയർമെൻറ്റിന് സമയപരിധിയുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗം കിട്ടി 56 വയസ്സ് കഴിയുമ്പോൾ, ചിലയിടത്ത് 60 വയസ്സ് കഴിയുമ്പോൾ, ചിലർ 58 വയസ്സ്, അവർ ക്ലിപ്തതയുണ്ട്. ആ സമയം വരുമ്പോൾ ജനുവരി 8-ാം തീയതി കാലത്ത് 10 മണിക്ക് ജോലിക്ക് വന്ന് വൈകുന്നേരം 6 മണിക്ക് പോകുമ്പോൾ അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെയാണ് ആ ഒരു സമയം, ആ സ്ത്രീയുടെ സമയം അതാണ്. 58 വയസ്സ് കഴിഞ്ഞു. പക്ഷെ അതുപോലെയാണോ മെൻസസ് ആവുന്ന കാര്യം? 50 വയസ്സ് കഴിഞ്ഞാലും മെൻസസ് ഉണ്ടാവില്ലേ? ആയതുകൊണ്ട് അവിടെ വരുന്ന സ്ത്രീകൾ മുഴുവൻ, യുവതികളോ സ്ത്രീയായിട്ട് ജനിച്ച എല്ലാത്തിനെയും മലർത്തിക്കെടുത്തിയിട്ട് അവരെ പരിശോധിക്കണം. ഇവറ്റകൾക്ക് മെൻസസ് ആയി തുടങ്ങിയോ അതോ മെൻസസ് അവസാനിച്ചോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമല്ലേ? ഇതൊക്കെയും പറയുന്ന സമയത്ത് അവരെന്താ അവിടെ ലഹളി ഉണ്ടാക്കും. അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ അക്കളി തിക്കളി സൂക്ഷിച്ചോ, ആചാരം മുടക്കുകയാണ്, സംസ്കാരം മുടക്കുകയാണ്, സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുകയാണ്, ഹിന്ദുമതത്തെ തകർക്കുകയാണ്. അതുകൊണ്ട് ഹിന്ദുക്കളോട് കാര്യം സംസാരിക്കാൻ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ്. പിന്നെ ഈ ദൈവസങ്കല്പങ്ങളിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാമോ? ഇവർ ഇൻ്റർ കണക്റ്റഡാണ്. അപ്പോൾ അവർ ചെയ്യുന്നത്, ഈ ക്ഷേത്രത്തിൽ വന്നാൽ ഈ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ അനീതിയാണ് ആ ക്ഷേത്രത്തിലിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അനീതിയെ തൊഴുതിട്ട് വേണം ചേച്ചിയെ തൊഴാൻ. അപ്പോൾ അവിടെയും ബിസിനസ്സായി, ഇവിടെയും ബിസിനസ്സായി. പാർബേക്കാവിലമ്മ ശരിയാണ്, നെതലക്കാവിലമ്മ, അതുപോലെ അയ്യന്തോൾ കാർത്തികേയ ഭഗവതി ചേർത്തി അനീതിയാണ് അത്രേ. അപ്പോൾ അവർ ചേർത്തി അനീതിയാവുന്നത് എങ്ങനെയാണ്? ആദ്യം ഉണ്ടായത് നെതലക്കാവിലമ്മ, രണ്ടാമതുണ്ടായത് അയ്യന്തോട് കാർത്തിയാനി ഭഗവതി. ശരി, സംബന്ധിച്ചു. ആദ്യം അവരുടെ അമ്മ പ്രസവിക്കണമല്ലോ, പ്രസവിക്കുമ്പോഴല്ലേ ഉണ്ടാകുക. സ്വയംഭൂവാണി അങ്ങനെ പറയണം. അപ്പോൾ ഒരു ചേച്ചി അനിയത്തിയുള്ള കോൺസെപ്റ്റ് അവിടെ വരുന്നില്ലല്ലോ. അപ്പോൾ ആദ്യം അവരുടെ പൊതുവായിട്ടുള്ള അമ്മ പ്രസവിച്ചത് നെതലക്കാവിലമ്മ. രണ്ടാമത് പ്രസവിച്ചത് ആരെ? അയ്യന്തോൾ കാർത്തിയാനി ഭഗവതിയെ. അപ്പോൾ അത് ചേർത്തി അനിയത്തി. ഇവർക്ക് എന്താ പ്രായമാവില്ലേ? ഇവർക്ക് എന്താ കല്യാണം കഴിക്കണ്ടേ? ഇവർക്ക് മക്കളുണ്ടാകണ്ടേ? ഇവരുണ്ടായതല്ലേ? അപ്പം ഇവരുണ്ടാക്കണ്ടേ? ഇവരുടെ തന്ത ആരാണ്? തള്ളയുടെ കാര്യം പറഞ്ഞു, ആരാ തന്ത? അപ്പം ഈ പെർസോണിഫിക്കേഷൻ കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് ഈ വക ചോദ്യങ്ങളെല്ലാം ഉദിച്ചുയരും. ഇത് തന്നെയാണ് കൺട്രോൾ അയ്യപ്പൻ്റെ കാര്യത്തിൽ അവിടെ ഉദിച്ചുയർന്നിട്ടുള്ളത്. ആരാണ് ഇവൻ്റെ തന്ത? ആരാണ് ഇവൻ്റെ തള്ള? അവനെ പ്രസവിച്ച് വായിൽ കൂടെ ഛർദ്ദിച്ചിട്ട് പ്രസവിച്ചാണോ? ആസനത്ത് കൂടെ അപ്പിയുടെ ഒപ്പം തൂറി വരുന്ന സമയത്ത് പുഴു പോലെ പുറത്തു വന്നതാണോ? ഇത് ചോദിച്ചു വലിയൊരു കാര്യമാണ്. അദ്ദേഹം CPM കാരനാണെന്നിട്ട് അങ്ങർക്ക് പേടിയൊന്നുമില്ല. അങ്ങേർക്ക് ഇവിടെ ഇലക്ഷനിൽ ജയിക്കുമോ തോൽക്കുമോ അങ്ങേർക്ക് പേടിയില്ല. കാരണം ഇവിടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ചളപൊളം ആകെ നാശകോശമാകും എന്നർത്ഥം. ഇവിടെ BJPക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അബൂബക്കറിൻ്റെ സ്ഥാനത്തിരിക്കണം, മറ്റേ ജോസഫിൻ്റെ സ്ഥാനത്തിരിക്കണം, അനന്തപത്മനാഭൻ അവൻ്റെ സ്ഥാനത്തിരിക്കണം. തമ്മിൽ കണ്ടുമുട്ടാൻ പാടില്ല. എല്ലാവരും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വർഗീയതയുടെ പേരിലും മതസ്പർദ്ധയുടെ പേരിലും പല തുരുത്തുകളിലേക്ക് ആക്കി മാറ്റപ്പെടുന്ന കാര്യം ഉറപ്പാണ്. ആയതുകൊണ്ട് തന്നെ ഈ ചീഞ്ഞ MP കേരളത്തിൽ വരില്ല, ആരൊട്ട് വോട്ട് ചെയ്യാനും പോകുന്നില്ല. പിന്നെയുള്ളത് കോണഗ്രാസാണ്. കോണഗ്രാസിനെ സംബന്ധിച്ചിടത്തോളം അവരോട് ചോദിക്കുകയാണ്, ആരാ നിങ്ങളുടെ നേതാവ്? ധൈര്യമുണ്ടോ? ഒരു കോൺഗ്രസ്സുകാരന് ഈ TV-യിലേക്ക് വരുന്നുണ്ടല്ലോ, കോൺഗ്രസ്സുകാരന് ധൈര്യമുണ്ടോ? ഞങ്ങളുടെ നേതാവ് ഇന്ന ആളാണ് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനെ വിളിച്ചു ചോദിക്കുക, ആരാ നിങ്ങളുടെ നേതാവ്? പിണറായി. ആര്? പിണറായി നിങ്ങളുടെ നേതാവ്? അതെ.
അവർക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ നേതാവുണ്ട്, അവർക്കൊരു സിസ്റ്റമുണ്ട്, അവർക്കൊരു നേതാവുണ്ട്. ആയതുകൊണ്ട് തന്നെ എന്താ നിങ്ങളുടെ പരിപാടി? എന്ത് പരിപാടിയാണെങ്കിലും ആ പരിപാടി മാനിഫെസ്റ്റോ പ്രകാരം തയ്യാറായി വായിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാണ്, LDF തയ്യാറാണ്. കോൺഗ്രസോ അവിടെ പരിപാടി വെച്ചാൽ അടി, തല്ല്, വെട്ട്, കുത്ത്, പുറത്താക്കൽ, കളിയാക്കൽ, മറ്റേ മതസമൂഹങ്ങളുടെ, ജാതി സമൂഹങ്ങളുടെ തിണ്ണം നിരങ്ങൽ, ഇത് മാത്രമല്ലേ അവിടെയുള്ളൂ. ആരാ നിങ്ങളുടെ നേതാവ്? സതീശനാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറയുന്ന ധൈര്യമുള്ള ആരും ഇവിടെയുണ്ടോ? അവർക്കൊരു നേതാവുണ്ടോ? അവിടെ ഏറ്റവും വലിയ രസം എന്ന് കഴിഞ്ഞാൽ LDF കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM ഒരു നേതാവേ ഉള്ളൂ. CPM തന്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു തന്തയേ ഉള്ളൂ. പക്ഷേ കോണഗ്രാസിൻ്റെ തന്തയോ 100 കണക്കിന് തന്താര, ഇതിനകത്ത് 100 കണക്കിന് തന്താര. ഈ തന്ത പറയും കോൺഗ്രസ് എൻ്റെ ആണെന്ന്, ആ തന്ത പറയും അയാളുടെ എന്ന് പറയും. തമ്മിലടിയാ കാണുന്നുണ്ടല്ലോ, നമ്മളിപ്പോൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ. അതേസമയം LDF പറയുകയാണ് ഞാനാണ് തന്നതെന്ന് പറഞ്ഞിട്ട് ഇവനല്ല തന്ത, ഞാൻ തന്നി പൊക്കോളാൻ പറയും. അത് പറഞ്ഞു വരുന്നത് മണിക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താ ഉണ്ടാവാൻ പോണെന്ന് കേരളം വിധി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ TV ചാനലുകൾ മറ്റുള്ള ആൾക്കാർ ആരെയും പൈസ കിട്ടുന്നു, ആ പൈസ കിട്ടുന്നതനുസരിച്ച് ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള വാചാടോപങ്ങൾ നടത്തിയാലും എന്ത് തന്നെ നടത്തിയാലും ജയിക്കാൻ പോകുന്നത് ആരാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ആരാണ് ജയിക്കാൻ പോകുന്നത്? ഒരു സംശയവുമില്ല, മൂന്നാമതും പിണറായി തന്നെ അധികാരത്തിൽ വരും. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനുമല്ല, മാർക്സിസ്റ്റുകാരനുമല്ല, CPM കാരനുമല്ല, CPI കാരനുമല്ല, ആരുമല്ല. ഞാനുള്ള സത്യം പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. 100 സീറ്റ് കിട്ടുമോ കിട്ടില്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ 71 സീറ്റ് കിട്ടുന്ന കാര്യത്തിലൊന്നും അതിലൊന്നും ഒരു സംശയമില്ല. കാരണം ഇപ്പോൾ തൃശ്ശൂരിലെ കാര്യം തന്നെ എടുക്കാം. തൃശ്ശൂരിലെ കാര്യം എടുക്കുമ്പോൾ തൃശ്ശൂർകാരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് കേട്ടോ, ഇത്തവണ BJP ജയിപ്പിക്കണം. ഇത്തവണ നിയമസഭയിലേക്ക് BJP ജയിപ്പിക്കണം. ആരാ ജയിച്ചാൽ പോണത്? പത്മജ. പത്മജ. അപ്പം MP ആയിട്ട് ഡൽഹിയിലേക്ക് വിട്ടിട്ടുള്ളത് ഒരു കൊണാപ്പനെ, MLA ആയിട്ട് തിരുവനന്തപുരത്ത് വിടാൻ പോകുന്നത് വേറൊരു കൊണാപ്പിയെ. നിങ്ങൾക്കത് തന്നെ വേണം, നിങ്ങൾക്കത് തന്നെ വേണം. ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പത്മജയ്ക്ക് വോട്ട് ചെയ്യാതിരിക്കരുത്. എല്ലാവരും പത്മജയ്ക്ക് വോട്ട് ചെയ്യണം. ഓരോരുത്തരും വിധിച്ചതേ ഓരോന്ന് കിട്ടുള്ളൂ. തൃശ്ശൂരിനെ കുറിച്ച് വലിയൊരു ധാരണയുണ്ടായിരുന്നു. ബുദ്ധിമാന്മാരുടെ സങ്കേതം. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ശക്തൻ തമ്പുരാനെന്ന് തുടങ്ങി അച്യുത മേനോൻ, VV രാഘവൻ, എന്തിനേറെ ശങ്കരാചാര്യരടക്കം. പത്മപാദന് തൃശ്ശൂരാണ് അദ്ദേഹത്തെ ആദ്യത്തെ മഠം സ്ഥാപിച്ചത്. അങ്ങനെ ഒരുപാട് കരുണാകരൻ, അങ്ങനെ ഒരുപാട് EMS. ഇപ്പം മലപ്പുറമായിട്ട് ചോദിച്ചെടുക്കുന്നത് അന്ന് തൃശ്ശൂരാണ്. അപ്പോൾ ഒരുപാട് ഗജഗംഭീരന്മാരുണ്ടായിട്ടുള്ള സ്ഥലമാണ് ഈ തൃശ്ശൂർ. എന്തിനേറെ ചാണക്യൻ, വിഷ്ണുഗുപ്തൻ എന്ന ചാണക്യൻ ഉണ്ടായിട്ടുള്ളത് എവിടെയാണ്? അദ്ദേഹം ഉണ്ടായിട്ടുള്ള മറ്റേ പെരുവനത്ത് അദ്ദേഹം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പിന്നെ മാധവൻ ഒരാളുണ്ട്, കണക്കിൻ്റെ ഒരാളുണ്ട്, അങ്ങനെ പേര് ഞാൻ മുഴുവൻ പറയും. മാധവൻ എന്നാണ് പേര്. അദ്ദേഹം ഇരിഞ്ഞാലക്കുടക്കാരനാണ്. ഉണ്ണായി വാര്യർ, അങ്ങനെ ഒരുപാട് അസാമാന്യരുണ്ടായതാണ്. ആ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പം ശനി ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നക്കി നാറി ഒരുത്തനെ, ഒരു ചെമ്പ് കോഴിയെ നിങ്ങൾ ഡൽഹിയിലേക്ക് അയച്ചത്. ഇനി അതിന് പറ്റുന്ന ഒരു സാധനമാണ്. ഒരു കാളവണ്ടിയിൽ പൂട്ടുമ്പോൾ ഒരു ഭാഗത്ത് കുതിരയും ഒരു ഭാഗത്ത് കഴുതയും പാടില്ലല്ലോ, രണ്ടും കഴുത തന്നെ വേണം, എന്നാലേ അത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഒരു കഴുതയെ ഡൽഹിക്ക് അയച്ചിട്ടുണ്ട്, അടുത്ത കഴുതയെ പത്മജയെ നിങ്ങൾ നിയമസഭയിലേക്ക് അയക്കുക. അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ അതങ്ങനെ. അപ്പോൾ തൃശ്ശൂരിൽ മാത്രമാണ് BJP ജയിക്കാൻ പോകുന്നത്. ഒരു സീറ്റ് ഉറപ്പാണ്, പത്മജയുടെ സീറ്റ് ഉറപ്പാണ്. അവർക്ക് വിധിച്ചതേ അവർക്ക് കിട്ടുള്ളൂ. അവർക്ക് വിധിച്ചത് പത്മജയാണ്. അങ്ങനെ തന്നെ നടക്കട്ടെ. ഏതായാലും MM മണി അവർകൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഈ രാജ്യത്ത് ആരെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി സ്വരൂപമാണെങ്കിൽ എല്ലാവരും ജനിച്ചത് അമ്മയുടെ അച്ഛൻ്റെയാണ്. അച്ഛനും അമ്മയും വേണം ചേർന്നിട്ട് അമ്മ പ്രസവിച്ചുണ്ടായതാ. അദ്ദേഹത്തിന് സാധാരണ ഭാഷയിലാണ് പറഞ്ഞത്. അയ്യപ്പനും അങ്ങനെ ഉണ്ടായതാ. പിന്നെ സ്ത്രീയെ നിരോധിക്കൽ എന്താ കാര്യം? അതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ കാര്യത്തിലും സ്ത്രീ വേണം. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു നിരോധനം കൊണ്ടുവരുന്നത്? ഹൈന്ദവ വിശ്വാസങ്ങളെയും ശബരിമല ആചാരങ്ങളെയും നിരന്തരം പരിഹസിക്കുന്ന മണിയുടെ ശൈലിക്കെതിരെ വിശ്വാസികൾക്കിടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇരമ്പുന്നത്. ഇവറ്റകൾ എന്ത് പ്രതിഷേധം നടത്താൻ? കുറേ RSകാർ വന്നിട്ട് പറയും നമ്മൾ ഒറ്റ കട്ടയാകണം, നമ്മൾ ഒറ്റ കെട്ടാകണം,
എല്ലാം റോഡിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നിട്ട് ജപഘോഷയാത്ര, ശവഘോഷയാത്ര നടത്ത്. അതിനപ്പുറം ഇവറ്റുകൾ എന്ത് ചെയ്യാൻ പോകൂ? ഇവറ്റകൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. TV ചാനലുകളിൽ ഞാൻ കണ്ടുവരുന്നുണ്ട്, ഏതൊരു പ്രഭാഷണം നടക്കുമ്പോഴും, ഏതൊരു സംവാദം നടക്കുമ്പോഴും, ഏതൊരു വിവാദം നടക്കുമ്പോഴും, ഒരു കൂട്ടായ്മ നടക്കുമ്പോഴും, ഒരു ഉദ്ഘാടനം നടക്കുമ്പോഴും അവിടെയെല്ലാം ഒരു ഉസ്താദ് ഉണ്ടായിരിക്കും, അവിടെയെല്ലാം ഒരു പള്ളിയിൽ അച്ഛനുണ്ടായിരിക്കും. പക്ഷേ ഒരു മഞ്ഞ കീറ തുണി പോലും അവിടെ ഉണ്ടെങ്കിൽ അത് TV-ക്കാരെടുത്ത് മാറ്റും അവിടെ നിന്ന്. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ സന്യാസിമാരും, ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഹിന്ദു എന്ന് പറഞ്ഞ ജന്തുക്കളും. ഒരു വിധത്തിലുള്ള വഴിയുടെ അരികിൽ കിടക്കുന്ന പട്ടിക്കാട്ടത്തിൻ്റെ വില പോലുമില്ല ഈ സാധനങ്ങൾക്ക്. സന്യാസിമാർക്ക് ഒട്ടുമില്ല. സന്യാസിമാർ, ആധ്യാത്മിക ആചാര്യന്മാരുടെ പ്രധാന പരിപാടി എന്താ അറിയോ? യാഗങ്ങൾ നടത്തുക, യജ്ഞങ്ങൾ നടത്തുക, എന്നിട്ട് പിച്ച തണ്ടുക. ഒരു യാഗം അങ്ങോട്ട് പ്രഖ്യാപിക്കുക. എൻ്റെ കുട്ടിക്കാലത്ത് പാഞ്ഞാളി യജ്ഞം, പാഞ്ഞാൾ അഗ്നിഹോത്രം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാക്കി. അന്നത്തെ കാലത്ത് അന്ന് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ 25 ലക്ഷം രൂപയാണ് അതിൽ ഇത് വെച്ചത്. എന്താ വെച്ചാൽ 25 കോടി വരും. എന്നിട്ട് ഞാൻ ഉണ്ടായിരുന്ന തൃക്കൂരിൽ പോലും ആൾക്കാരെ അവിടെ പോയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു, പൈസ ഉണ്ടാക്കി, പാഞ്ഞാൾ അതിരാത്രം കഴിഞ്ഞു, അഗ്നിഹോത്രമോ അതിരാത്രമോ മറ്റോ കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഫലം എന്താണെന്ന് അറിയാമോ? അതിൻ്റെ അപ്പുറത്തൊരു ചണ്ടിക്കുളം ഉണ്ടായിരുന്നു. ആ ചണ്ടിക്കുളത്തിലുള്ള ബാക്ടീരിയകൾ മുഴുവൻ ചത്തുപോയി. ഇത്രയും. അതാണ് അവിടുത്തെ ഈ അഗ്നിഹോത്രം കൊണ്ടുണ്ടായത്. അത് കഴിഞ്ഞ് അത്തോർമയാഗം, എല്ലാം പുതിയ പേരുകളാണല്ലോ ഇവിടുന്ന്. അത്തോർമയാഗം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ നടത്തി. എന്നിട്ട് എന്തായി. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ പറ്റിച്ച് മുന്നേറുന്ന ക്ഷേത്ര സംവിധാനങ്ങളും ജന്തുക്കളുടെ ആധ്യാത്മിക സന്നാഹങ്ങളും അത് കണ്ടു മടുത്തു. അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇവരെല്ലാവരും മാമുണ്ണാണല്ലോ വക ഒപ്പിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇവറ്റകളുടെ മനസ്സിൽ സമാധാനമില്ല, സന്തോഷവുമില്ല, യാതൊരു വിധത്തിലുള്ള ധ്യാനമുദ്രകളും ഇല്ല. എന്നിട്ട് അവരാണ് ലോകം നന്നാക്കാൻ, ജനങ്ങളെ നന്നാക്കാൻ, ഹിന്ദുക്കളെ നന്നാക്കാൻ, വേദങ്ങൾ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കാൻ ഇവിടെ എല്ലാവർക്കും കഴിവുണ്ട്. എല്ലാവർക്കും കഴിവുണ്ട്. മണിയാശാനും കഴിവുണ്ടാകുമല്ലോ. അദ്ദേഹത്തിന് മാത്രം കഴിവില്ലാതെ വരില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറഞ്ഞു, ആരായണ്ട ഈ അയ്യപ്പൻ? അവനെന്താ പെണ്ണിൻ്റെ വായെ കൂടെ ഛർദ്ദിച്ചു വന്നതാണോ? അതോ ആസനത്ത് കൂടെ തൂറി വന്നതാണോ? അവനെ പ്രസവിച്ചാലേ യോനി കൂടെ പുറത്തു വന്നതല്ലേ? പിന്നെ അവനെന്താ അത്ര കടിയും ചൊറിയും പെണ്ണുങ്ങളെ കാണുമ്പോൾ? ആ ചോദ്യത്തിന് വലിയ അർത്ഥങ്ങളുണ്ട്. നമസ്കാരം.